ലോറിയിൽ നിന്ന് കരിങ്കൽ തെറിച്ചു വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. തിരുവനന്തപുരം മുക്കോലയിൽ രാവിലെയായിരുന്നു അപകടമുണ്ടായത്. BDS വിദ്യാർത്ഥി അനന്തുവാണ് മരിച്ചത്. വിവരങ്ങളുമായി AK സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, അതീവ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എവിടെ വെച്ചായിരുന്നു സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? മോത്തി, ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. മുക്കോല ജംഗ്ഷനിലായിരുന്നു ഈ അപകടമുണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു BDS വിദ്യാർത്ഥിയായിട്ടുള്ള അനന്തു. അപ്പോഴാണ് എതിർവശത്തുകൂടി വന്നിരുന്ന വലിയ ലോറിയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ പാറയുമായി വന്ന ലോറിയിൽ നിന്നാണ് കരിങ്കൽ ചീള് തെറിച്ച് ഈ വിദ്യാർത്ഥി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലേക്ക് വന്ന് പതിച്ചത്. അങ്ങനെ നിയന്ത്രണം തെറ്റി ഈ സ്കൂട്ടറും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയും മതിലിൻ്റെ ഭാഗത്തേക്ക് വന്നിടിക്കുകയായിരുന്നു. തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതാണ് മരണകാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഉടൻ തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഈ വിദ്യാർത്ഥിയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ അല്പം മുമ്പ് ആ വിദ്യാർത്ഥിയുടെ ദാരുണമായ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉയരുന്നത്. മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരിങ്കല്ലൊക്കെ കൊണ്ടുപോകുമ്പോൾ പലതരത്തിലും അനുവദനീയമായ അളവിൽ കൂടുതൽ ഇത്തരത്തിൽ ഈ പാറ കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അങ്ങനെ മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഓഫീസിലടക്കം അറിയിച്ചിട്ട് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ പോലീസിലടക്കം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്ന് 8 മണിയോട് കൂടിയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ അനന്തു എന്ന വിദ്യാർത്ഥിയാണ്, BDS വിദ്യാർത്ഥിയാണ് മരിച്ചത്. സ്റ്റെഫിൻ, പലപ്പോഴും ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്കുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ടോ? ബന്ധപ്പെട്ട ആരെങ്കിലുമായി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? മൂത്തി, ഇന്ന് രാവിലെ സ്ഥലത്തെ MLA അടക്കം ഉള്ളവർ ഇന്ന് സ്ഥലത്ത് സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വിവിധ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞം പോർട്ടിനെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികൾക്കെതിരെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ കൃത്യമായ ഒരു പരിശോധന നടത്താനൊന്നും തന്നെ പോലീസ് തയ്യാറാകുന്നില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ആവർത്തിച്ച് വരുന്ന ഇത്തരം സംഭവങ്ങൾ. അനുവദനീയമായ അളവിൽ കൂടുതലാണ് ഈ കരിങ്കല്ല് കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ കരിങ്കല്ല് ആ ലോറിയിൽ മൂടിയ നിലയിലായിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു, പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളുടെയൊക്കെ സ്ഥിതി അറിയാം, ഖട്ടറിലൊക്കെ വീഴുമ്പോൾ കരിങ്കല്ല് തെറിച്ച് വീഴാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പലപ്പോഴും ഈ വിവരം വേണ്ടപ്പെട്ട അധികാരികളോട്, പ്രത്യേകിച്ചും ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ആളുകളോട്, പോലീസിനോട്, ജനപ്രതിനിധികളോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ തടയിടുവാൻ വേണ്ടി ഒരു നടപടിയെടുക്കാൻ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇത്തരത്തിൽ ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. ശരി സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. അതിദാരുണമായ സംഭവം എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കഴിയുന്നതല്ല. ഇനിയെങ്കിലും അധികൃതർ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്.